തിരുനെൽവേലിയിൽ EV ആയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് സ്റ്റേ ചെയ്യാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് വണ്ണാർപ്പട്ടയിലുള്ള റീജൻസി ഹോട്ടലിലെ സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുനെൽവേലിയിലുള്ള സിയോണിൻ്റെ ചാർജ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ കാണുന്നത് പോലെ തന്നെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ തമിഴ്നാട് വഴി പോകുമ്പോഴത്തേക്ക് തിരുനെൽവേലിയിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജ് സ്റ്റേഷനാണ് നമ്മളുടെ സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ GORT ഹോട്ടൽസിൻ്റെ റീജൻസി എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമുക്ക് സിയോണിൻ്റെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. നാടോടി എന്നാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. നമ്മുടെ EV ചാർജ് സ്റ്റേഷൻ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ബാക്ക് സൈഡിൽ നമുക്ക് ഒരു മെഷീനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു മെഷീനിലാണ് നമുക്ക് CCS2 ഗണ്ണും Type 2 ഗണ്ണും ഉള്ളത്. അപ്പോൾ Type 2 ഗണ്ണുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഒരു സ്ലോ ചാർജിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു Type 2 ഗണ്ണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഇതാണ് നമ്മുടെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിലാണ് നമുക്ക് Type 2 ഗണ്ണും അതുപോലെ തന്നെ CCS2 ഗണ്ണും ഉള്ളത്. സിയോൺ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Type 2 ഗണ്ണ് യൂസ് ചെയ്യാം. കാര്യം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കൊരു സ്ലോ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ തിരുനെൽവേലി സ്റ്റേ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യാനിട്ടിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ ആ ഒരു റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ എൻഡിൽ പറയുന്നതായിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു CCS2 ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. ആ ഒരു ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നാടോടി എന്ന് പറയുന്ന ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഇവിടെ വന്ന് ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ 40 രൂപയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റീചാർജ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ഇവിടുന്ന് ചാർജ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ലൊക്കേഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് നേരത്തെ ഈ ഒരു റീചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടൈം വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ഇപ്പം നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ പൈസ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം രൂപ ഫില്ല് ചെയ്യണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഇട്ടാലും മതി. പിന്നെ സിയോണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടിൽ പൈസ കിടക്കും. കുറച്ചധികം ഇട്ട് കഴിഞ്ഞാലും അതിന് വാലിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അക്കൗണ്ടിൽ പൈസ കിടക്കും. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ഈ ഒരു ഹോട്ടലിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നാഗർകോവിൽ മധുര റൂട്ടിൽ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ രാമേശ്വരം തൃച്ചെന്തൂർ റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റിയൊരു ചാർജ് സ്റ്റേഷൻ തന്നെയാണിത്. അപ്പോൾ നമ്മളവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് അവർ ചോദിച്ചപ്പോൾ യൂട്യൂബർ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ നമുക്കൊരു റോസ് മിൽക്കൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് കിട്ടുന്നത്. അതിന് താങ്ക്സ് നിങ്ങളോട് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടാനും അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ പോയി വീഡിയോ എടുക്കാനൊക്കെ അവർ നമ്മളെ അനുവദിച്ചു. കാര്യം ഇതിൻ്റെ അകത്ത് നമുക്ക് നാടോടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റേ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നാടോടി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ വർക്കിംഗ് ആണ്. അപ്പോൾ ചാർജ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ സ്റ്റേ ആണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഇവിടെ ബൊഫേ ഉണ്ട്. അപ്പോൾ ആ ഒരു ബൊഫേ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്ന അല്ലാത്ത ആൾക്കാർക്ക് ഏതൊരു ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മൾ നേരത്തെ കാണിച്ച കണക്ക് എൻട്രൻസിൻ്റെ ഭാഗത്ത് ചെറിയ കേക്കും റോസ് മിൽക്കും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ സ്റ്റേ ഓപ്ഷൻസും കുറച്ച് പ്രീമിയം സ്റ്റേ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ബാർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്ട്രീറ്റ് കാണുന്നതാണ് അവരുടെ ബാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒരിക്കലും അനുവദനീയമല്ല. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി 99% ചാർജ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 90% വരെ വണ്ടിയിൽ ചാർജിങ് ഭയങ്കര ഫാസ്റ്റായിട്ട് കയറും. പക്ഷേ അത് കഴിഞ്ഞിട്ട്, അതായത് 90 കഴിഞ്ഞതിന് ശേഷം ചാർജിങ് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമ്മൾ 60% 100%ായിട്ടാണ് ചാർജ് ചെയ്തത്. 9.9 കിലോവാട്ടാണ് ഇവിടുന്ന് കൺസ്യൂം ചെയ്തത്. അതിന് 290 രൂപയാണ് നമുക്ക് ചാർജ് ആയത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ഇതുള്ള എല്ലാ ചാർജ് സ്റ്റേഷനിലും നല്ല രീതിയിൽ ചാർജ് ഉണ്ട്. ഏകദേശം 25 രൂപ പുറത്തൊക്കെയാണ്. നമ്മൾ നേരത്തെ ട്രൂ പവർ എന്ന് പറഞ്ഞ വേറൊരു ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല ചാർജ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവേ തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഒരു 20-25+ ഒക്കെയാണ് ചാർജിങ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ചാർജ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ കുറഞ്ഞ റേറ്റിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. അതൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നമ്മളുടെ ചാർജിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് സുപ്പീരിയർ, ഡ്യൂലക്സ് എന്നീ 2 കാറ്റഗറിയിലാണ് റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സുപ്പീരിയർ റൂംസിൻ്റെ പിക്ചേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല പ്രീമിയം റൂംസ് തന്നെയാണുള്ളത്. അപ്പോൾ സുപ്പീരിയർ റൂംസിൽ അവർ ചാർജ് ചെയ്യുന്നത് നമ്മളുടെ GST ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് 6850 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീലക്സ് റൂം അതിനേക്കാൾ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള റൂംസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡീലക്സ് റൂംസിൻ്റെ പിക്ചേഴ്സ്. അപ്പോൾ ഡീലക്സ് റൂംസിന് അവർ ചാർജ് ചെയ്യുന്നത് 7840 രൂപയാണ്. അപ്പോൾ പ്രീമിയം റൂംസ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ ഓപ്ഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ചാർജ് ചെയ്യാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് വരാം. വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മളിവിടെ സ്റ്റേ ചെയ്തതുമില്ല, അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നില്ല എങ്കിലും സ്റ്റേ ചെയ്യുന്നില്ല എങ്കിലും ഇവിടെ വന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊന്നും വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാടോടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സ്റ്റേ ഓപ്ഷൻ്റെ റേറ്റ് പറഞ്ഞത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഈ റേറ്റിനകത്ത്. അതൊരു ബൊഫേ ആണ്. ഓക്കെ, അപ്പം പല ആൾക്കാർക്കും ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. സ്റ്റേ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് വേറെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റേ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ തിരുനെൽവേലിയിലുള്ള GRT ഹോട്ടൽസിൻ്റെ സിയോൺ ചാർജ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.